ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് സാറ്റർഡേ, ഇന്നിവിടെ അവധിയാണ് പൂജവെപ്പായിട്ട്. ഞാൻ എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ 1 o'clock കഴിഞ്ഞിട്ടേ അവർ ഓപ്പൺ ചെയ്യുള്ളൂ പറഞ്ഞു. ഇപ്പോൾ സമയം 11:30 ആയി. നാളെ റൈഡുണ്ട്. എൻ്റെ ടയർ ഒരു തവണ പഞ്ചറായിരുന്നു. അപ്പോൾ ആ പഞ്ചർ നിൽക്കുന്നില്ല. 2-3 സ്ട്രിപ്പ് കയറ്റിയിട്ടോ അത് നിൽക്കുന്നില്ല. കാറ്റ് പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ടയർ അങ്ങ് മാറിയേക്കാം. ഇത് വണ്ടി വാങ്ങിച്ച് പിന്നെ ഇതൊരു ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ടയർ അതിനകത്ത് കിടക്കുന്നത്, ബ്രിസ്റ്റോണിൻ്റെ. അത് സോഫ്റ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ 7423 കിലോമീറ്റർ ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും അത് തേഞ്ഞു. സോ അത് ചേഞ്ച് ചെയ്യാമെന്ന് കരുതുന്നു. സോഫ്റ്റ് കോമ്പൗണ്ടിൻ്റെ പ്രശ്നം അതാ, പെട്ടെന്ന് തേഞ്ഞു പോവും. നല്ല ഗ്ലിപ്പായിരിക്കും, പക്ഷെ പെട്ടെന്ന് തേഞ്ഞു പോവും. കമ്പാരിറ്റീവ്ലി ഇന്ന് ട്രാഫിക് ഇവിടെ കുറവാണ്. അല്ലെങ്കിൽ സിഗ്നലിലൊക്കെ നല്ല ട്രാഫിക് ഉള്ളതാണ്. പിന്നെ ഫ്രണ്ട് ടയർ നല്ലതാണ്, ബാക്കിൽ മാത്രമേ ഒത്തിരി തേഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ 2 ടയറും മാറ്റണോ അതോ ബാക്ക് മാത്രം മാറ്റിയാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല ഇപ്പം. നോക്കാം അവിടെ ചെന്നിട്ട്. കാരണം ഫ്രണ്ടിൽ ഇനിയുണ്ട്, ഗ്രിപ്പുണ്ട്. പോകുന്ന ഷോപ്പിൽ അവർ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എടുക്കുന്നത്. കാരണം എന്തെടുത്താലും അവർ GST എല്ലാം ഇട്ടിട്ടേ അവർ ബില്ലടിക്കുള്ളൂ. ഞാൻ പോകത്തില്ല, എപ്പോഴും പോകുന്നൊരു ഷോപ്പിൽ ഡൈനാമിക് റൈഡേഴ്സ് എന്ന് പറഞ്ഞ് അവിടുത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, ഹോൾസെയിലാണോ എന്നറിയില്ല, റിലയൻസ് ടയേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ നല്ല വില കുറച്ച് കിട്ടും ടയേഴ്സ്. അവിടെ നിന്നാണ് ഈ ബാക്കിയുള്ള ചെറിയ ചെറിയ ഷോപ്സിലോട്ടൊക്കെ ടയർ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി വാങ്ങിച്ചാൽ ടയർ നല്ല വിലക്കുറവിന് കിട്ടും. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഇതാണ് റിലയൻസ് ടയേഴ്സ്, രാംകോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എല്ലാ ടൈപ്സ് ഓഫ് ടയേഴ്സും അവൈലബിൾ ആണ്. ഇതുവരെ ഷോപ്പാണ്, ഇവർക്ക് വേറെ ഗോഡൗൺ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ടയേഴ്സ് ഉണ്ട്, ഓൾ ബ്രാൻഡ് ന്യൂ ടയേഴ്സ്. സോ ഇവിടെ നിന്നാണ് നേരത്തെ വേറെ ബൈക്സിൻ്റെ ഒക്കെ ടയർ മാറ്റിയത്, ബെൻലിയുടെ, ഹയബൂസ സെക്കൻഡ് ജനറേഷൻ്റെ ഒക്കെ, പിന്നെ 10R. സോ അവരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇവിടെ വന്ന് ടയർ മാറ്റിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച ടയർ. ഇത് ബ്രിസ്റ്റോണിൻ്റെ ആണ്, 190/50 ZR17 അതാണ് സൈസ്. ഇതിൽ കിടക്കുന്ന ബ്രിസ്റ്റോണിൻ്റെ ടയർ കണ്ടോ, തേഞ്ഞു പോയി. ഗ്രിപ്പൊക്കെ ഓൾമോസ്റ്റ് കോണാണ്. അത് മിഡിൽ ഭാഗമാണ് തേഞ്ഞേക്കുന്നത്. സൈഡിൽ കുഴപ്പമില്ലാത്ത ഗ്രിപ്പായിരുന്നു. സോ ഇപ്പം ഇത് അഴിക്കാൻ പോവാണ്. ഈ സ്റ്റാർട്ടഡ് റിമൂവിങ് ഇറ്റ്. സോ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി അഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. അവരെന്തൊക്കെ റിമൂവ് ചെയ്യുന്ന എപ്പോഴും കണ്ണ് വേണം അതിൽ. കാരണം ഇതിൻ്റെ ABS ഒക്കെ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അത് പിന്നെ സെൻസർ വർക്കാവില്ല. പിന്നെ അതിൻ്റെ വാർണിംഗ് ലൈറ്റ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ പണിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, നോക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ അത് ടയറൊക്കെ ഫിറ്റ് ചെയ്യുന്നതും അഴിക്കുന്നതും കറക്റ്റ് മാർക്കുണ്ട്. വേണമെങ്കിൽ അത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങളത് വെക്കണം. സോ ടയർ അഴിച്ചു കഴിഞ്ഞു. ഇപ്പം അത് അപ്പുറത്ത് ആ ടയർ റിമൂവ് ചെയ്തിട്ട് പുതിയ ടയർ ഇടാനായിട്ട് കൊണ്ടുപോവാണ്. ഇവിടെ ടയർ അഴിക്കുന്നതും മറ്റേ ടയർ ഫിറ്റ് ചെയ്യുന്നതും എല്ലാം മിഷൻ വഴിയാണ്. എന്ത് ചെയ്ത് കണ്ടില്ല, എല്ലാം ഹൈഡ്രോളിക് പ്രസ്സാണ്. ഇത് വെച്ചാണ് ടയർ റിമൂവ് ചെയ്യുന്നതും. സോ കുറച്ച് പണി എളുപ്പമായിരിക്കും, പിന്നെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. സോ ഗൈസ്, ഞാൻ ഈ ടയർ സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ വാല്യൂ ഓഫ് മണി തന്നെയാണ്. ഇതിനകത്ത് കിടന്ന ടയർ സ്റ്റോക്ക് ടയർ, അത് ബ്രിസ്റ്റോണിൻ്റെ ആണ്. അതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അവരോട് പറഞ്ഞപ്പോൾ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് പ്രൈസ് ഇറ്റ് വിൽ ബി അറൗണ്ട് 55K. അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് തേഞ്ഞും പോവും, അത് സോഫ്റ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട്. നമ്മൾ റെഗുലറായിട്ട് വണ്ടി എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ടയർ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നല്ല ഗ്രിപ്പാണ്, ഹാർഡ് കോമ്പൗണ്ടാണ്, അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. 55,000 രൂപയുടെ ടയർ 7,000 കിലോമീറ്ററിൽ പോയെങ്കിൽ ഇപ്പോൾ ഈ ടയറിന് എനിക്ക് 15,500 ആയി. സോ ഇത് ആ 6,000 കിലോമീറ്റർ അല്ലെ 7,000 കിലോമീറ്റർ പോയാലും ലാഭമല്ലേ. സോ അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ചാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഞാൻ ഫ്രണ്ട് ടയർ മാറിയില്ല, കാരണം ഫ്രണ്ട് ടയറിൽ കുറച്ചുകൂടി ഗ്രിപ്പുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് മാറാമെന്ന് കരുതി. പക്ഷേ ഫ്രണ്ട് ടയർ ഇതേ ബ്രാൻഡ് ഇടുന്നില്ല, കുറച്ച് സോഫ്റ്റ് ഗ്രിപ്പ് ആയിരിക്കും ഇടുന്നത്. കാരണം ഇതിന് ഒരു 90% ഞാൻ ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, റിയർ ബ്രേക്ക് യൂസ് ചെയ്യാറില്ല. ഇത് ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ബാക്ക് അപ്ലൈ ആവും. എങ്കിലും ഫ്രണ്ട് 2 ഡിസ്ക് ആയതുകൊണ്ട് എപ്പോഴും ഫ്രണ്ട് ബ്രേക്കാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറ്.
പിന്നെ മേ ബി ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് എനിക്ക് പിന്നെയും ഫ്രണ്ട് ടയർ ഇടേണ്ടി വരും പുതിയത്. അപ്പം ഞാൻ സോഫ്റ്റ് കോമ്പൗണ്ട് ഇടുകയുള്ളൂ. ഞാനൊരു ടയർ നോക്കി വെച്ചിട്ടുണ്ട്, പിരേലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡയബ്ലോറോസോ. അത് നല്ല സോഫ്റ്റ് കോമ്പൗണ്ടാണ്. നല്ല റേസ് ട്രാക്കൊക്കെ ഓടുന്ന വണ്ടിയിലെ റേസിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സാണത്. അത് ഇപ്പോൾ 2 ഇടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിന് ഭയങ്കര പ്രൈസാണ്. അത് 80,000 സംതിങ് ആവും 2 ടയറോടെ. ഫ്രണ്ട് മാത്രം വരുമ്പോൾ ഒരു 15,000 ഫ്രണ്ട് മാത്രം കിട്ടുമായിരിക്കും. സോ മേ ബി 2 മാസത്തിനുള്ളിൽ അത് ഇടേണ്ടി വരും. നമ്മൾ വിചാരിച്ച പോലെയല്ല, ടയറൊക്കെ മാറ്റുന്നത് ഭയങ്കര ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. മിഷൻ വഴിയാണ് ചെയ്യുന്നെങ്കിലും അത് ഇത്രയും സമയം എടുക്കും. പുതിയ ടയർ അവർ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഇതിനകത്ത് എയർ അടിക്കണം. 42 PSI ആണ് ഇതിൻ്റെ പ്രഷർ. ഇപ്പോൾ ടയർ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഡ്രം റബ്ബേഴ്സും എല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യും. എപ്പോഴും അത് നിങ്ങളൊരു ശ്രദ്ധ വേണം. അത് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ഓടിച്ച് നോക്കണം, എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ അങ്ങനെ ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. നല്ല ഗ്രിപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ടോട്ടൽ ടയറിൻ്റെ പ്രൈസ് 15,500. അത് ഫിറ്റ് ചെയ്യുന്നതിന് ഒരു 400 rupees ചാർജ് ചെയ്തു. സോ 15,900 എല്ലാ പണിയും കഴിഞ്ഞു. സോ ഗൈസ് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സോ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ബൈ ബൈ, until we see next time. Thank you.